സുബ്ഹാനഹു വതആല പറയുന്നത് ഒരു വിശ്വാസിയുടെ പ്രാർത്ഥനയായിട്ട് അള്ളാഹു പറയുന്നത് ഖാല റബ്ബി ഔസിഅനി, എൻ്റെ രക്ഷിതാവേ ഔസിഅനി. ഔസിഅനി എന്ന് പറഞ്ഞാൽ മുഹമ്മദ് ഇബ്നു ജരീർ അത്ത്-തബരി റഹ്മത്തുള്ളാഹി അലൈഹി ഇബ്നു സെയ്ദ് റഹിമഹുള്ളയിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത് അൽഹിംനി വഹദ്ദിദ്നി, എനിക്ക് നീ തോന്നിപ്പിക്കുകയും ശക്തമായ രൂപത്തിൽ നീ എന്നെ പ്രചോദിപ്പിക്കുകയും ചെയ്യണമേ എന്നാണ്. ഇത് റഹ്മാനായ റബ്ബിനോട് നമ്മൾ തേടുകയാണ്. അതെന്താണ് അങ്ങനെ പറയുന്നത്? കാരണം മനുഷ്യൻ മറന്നുപോകും. അവർ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ അവരുടെ സേവനങ്ങൾ മക്കൾ മറന്നു പോവാറുണ്ട്. പിന്നെ അവർ മരണപ്പെട്ട് കഴിഞ്ഞാലോ മെല്ലെ മെല്ലെ അവരോട് എല്ലാം മറന്നു പോകുന്നൊരവസ്ഥ അതുണ്ടാവരുത് എന്നാണ്. മാതാപിതാക്കളുടെ സേവനങ്ങളെ ഒരിക്കലും മറക്കാൻ പാടില്ലാത്തതാണ് എന്നാണ്. അതുകൊണ്ടാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ ദുആ ചെയ്യണം. നമ്മളെല്ലാവരും എല്ലാ മക്കളും ദുആ ചെയ്യണം. എന്താണ് ദുആ? റബ്ബി ഔസിഅനി, അല്ലാഹുവേ നീ എനിക്ക് ശക്തമായ പ്രേരണ നൽകണമേ എന്നാണ്. ഞാൻ മറന്നു പോകരുത്, നീ എന്നെ അതിന് പാകപ്പെടുത്തണം. എന്തിനാണ്? അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദൈ, എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും നീ ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾ നിഅമത്തുകൾ, അതിന് നിന്നോട് നന്ദി കാണിക്കാൻ നീ എന്നെ പ്രേരിപ്പിക്കണമേ എന്ന് പറഞ്ഞാൽ ഒരുപാട് പോയിന്റുകളുള്ള ഒരു കാര്യമാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്ന നിഅമത്തുകൾക്ക് മാത്രമല്ല നമുക്ക് അല്ലാഹുവിനോട് നന്ദി കാണിക്കാനുള്ളത്. പിന്നെയോ നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു കൊടുത്ത നന്മകൾക്കും നാം നന്ദി പ്രകടിപ്പിക്കേണ്ടതുണ്ട്. നമ്മുടെ കാര്യത്തിന് മാത്രമല്ല, നമ്മുടെ മാതാപിതാക്കൾക്ക് ലഭിച്ച നന്മകൾ, കാരണം അവർക്ക് ലഭിച്ച നന്മകളുടെ ഓഹരിയാണല്ലോ അവർ നമുക്ക് പകുത്ത് നൽകിയത്. അവർക്ക് എന്തെല്ലാം ഉണ്ടായിരുന്നോ അതെല്ലാം അവർ നമുക്ക് നൽകി. മഹാന്മാരായ മുഫസ്സിരീങ്ങളിൽ ചിലർ രേഖപ്പെടുത്തുന്നത് അതിലേറ്റവും വലിയ നിഅമത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ മാതാപിതാക്കൾ മുസ്ലിമീങ്ങളായിരുന്നു എന്നതാണ്. നിങ്ങൾ നോക്കൂ, അവർ ഇസ്ലാം ഉപേക്ഷിച്ചിരുന്നെങ്കിൽ ആ മക്കളുടെ അവസ്ഥ എന്താകുമായിരുന്നു? അവർ മുർത്തദ്ദുകളായിരുന്നെങ്കിൽ, അവർ സത്യനിഷേധികളോ വേറെ ഏതെങ്കിലും മതത്തിൻ്റെ ആളുകളോ എല്ലാം ആയിരുന്നെങ്കിൽ നമുക്ക് മുസ്ലിമീങ്ങളായി വളരാൻ സാധിക്കുമായിരുന്നു. നമുക്ക് മുസ്ലിമീങ്ങളായി ജനിക്കാൻ സാധിച്ചു. അതെല്ലാ മക്കളും അങ്ങനെ തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചതുപോലെ. എന്നാൽ അതിനുശേഷം മുസ്ലിമീങ്ങളായി വളരാൻ, ഖുർആനിൻ്റെ ആശയങ്ങൾ കേട്ടുപഠിച്ച് മനസ്സിലാക്കാൻ, മുഹമ്മദ് നബിയെ അറിയാൻ, ഇസ്ലാമിനെ അറിയാൻ, അങ്ങനെ ഇസ്ലാമിനെ അറിഞ്ഞുകൊണ്ട് നമ്മുടെ റബ്ബിനെ അറിഞ്ഞുകൊണ്ട് തൗഹീദ് അറിഞ്ഞുകൊണ്ട് സുന്നത്ത് അറിഞ്ഞുകൊണ്ട് നമുക്ക് വളരാൻ സാധിച്ചത് നമ്മുടെ മാതാപിതാക്കൾ മുസ്ലിമീങ്ങളായതുകൊണ്ടല്ലേ. അതാണ് ഏറ്റവും വലിയ നിഅമത്ത്. മാതാപിതാക്കളിലൂടെ നമുക്ക് ലഭിച്ച, അവർ പിഴച്ചവരായിരുന്നെങ്കിൽ, പിഴച്ച വാദക്കാരായിരുന്നെങ്കിൽ നമ്മുടെ അവസ്ഥ ആലോചിച്ചു നോക്കൂ. അതാണ് ഏറ്റവും പ്രധാനം. അതിനു പുറമെ അവർക്ക് ഭക്ഷണം കിട്ടിയപ്പോൾ ആ ഭക്ഷണമാണ് അവർ നമുക്ക് നൽകിയത്. അവർക്ക് വസ്ത്രം ലഭിച്ചപ്പോൾ ആ വസ്ത്രമാണ് അവർ നമുക്ക് നൽകിയത്. അവർക്ക് ആരോഗ്യമുണ്ടായതുകൊണ്ട് ആ ആരോഗ്യം ഉപയോഗപ്പെടുത്തിയാണ് അവർ നമുക്ക് വേണ്ടി അധ്വാനിച്ചത്, ഉമ്മയും ഉപ്പയും എല്ലാവരും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എന്തെല്ലാം നിഅമത്ത് ചെയ്തു കൊടുത്തിട്ടുണ്ടോ അതൊക്കെ അവർ മക്കൾക്ക് നിർലോഭം നൽകിയിട്ടുണ്ട്. ഒരു പിശുക്കുമില്ലാതെ, ആരോടും വിവേചനമില്ലാതെ അവർ നിർലോഭം അവർക്ക് കിട്ടിയതെല്ലാം മക്കൾക്ക് നൽകി. ഒന്നും അവർ പിടിച്ചു വെച്ചില്ല. മക്കൾ ഒരുപക്ഷെ അവർക്ക് കൊടുക്കാതെ പിടിച്ചു വെച്ചേക്കാം. പക്ഷെ മാതാപിതാക്കൾ ഒരിക്കലും അങ്ങനെ അവർക്ക് ലഭിച്ച ഒന്നും അവർ മക്കളിൽ നിന്ന് തടഞ്ഞു വെക്കാറില്ല. എല്ലാം അവർ നൽകിയിട്ടുണ്ട്. ഇപ്രകാരം അവർ നമ്മെ നല്ല മക്കളാക്കി വളർത്തി. ഭൗതികമായ സാഹചര്യങ്ങളും എല്ലാം അവർ നമുക്ക് ചെയ്തു തന്നു. അതുകൊണ്ട് റഹ്മാനായ റബ്ബേ, ഞങ്ങൾക്ക് കിട്ടിയ ഈ നിഅമത്ത് അതിൽ വളരെ വലിയ ഒരു പങ്ക് വഹിച്ചത് ഞങ്ങളുടെ മാതാപിതാക്കളാണ്. അതുകൊണ്ട് നീ അവർക്ക് നൽകിയ ആ നിഅമത്തുകൾക്ക് നന്ദി കാണിക്കാൻ, അവർക്ക് വേണ്ടി കൂടി നന്ദി കാണിക്കുവാൻ ഞങ്ങൾക്ക് നീ പ്രേരണ നൽകണമേ. കാരണം മക്കൾ കാണിക്കുന്ന ആ നന്ദി പ്രകടനത്തിന്റെ പ്രതിഫലം മാതാപിതാക്കൾക്ക് കൂടി ലഭിക്കുന്നതാണ്. നമ്മുടെ നന്മകൾ, നമ്മുടെ നല്ല പ്രവർത്തനങ്ങൾ, അതിനൊക്കെ വലിയ കാരണക്കാരായി അള്ളാഹു നിശ്ചയിച്ചത് മാതാപിതാക്കളെയാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം ഇബാദത്ത് ചെയ്യണമെന്ന് പറഞ്ഞതിന് ശേഷം ഉടനെ തന്നെ മാതാപിതാക്കളെക്കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ എല്ലായിടത്തും കാണാം. വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹ് വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ഷൈഅൻ വബിൽ വാലിദൈനി ഇഹ്സാന. വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹ് വബിൽ വാലിദൈനി ഇഹ്സാന. അതേപോലെ തന്നെ അനിഷ്കുർ ലീ വലിവാലിദൈക്, നിങ്ങൾ എന്നോടും നന്ദി കാണിക്കണം, നിങ്ങളുടെ മാതാപിതാക്കളോട് നിങ്ങൾ നന്ദി കാണിക്കണമെന്ന്. അപ്പോൾ മാതാപിതാക്കൾ ജീവിച്ചിരിക്കെ അവരോട് നന്ദി കാണിക്കുന്ന മക്കളായി നമ്മൾ വളരണം. അത് അല്ലാഹു ചെയ്ത നിഅമത്തിന് നമ്മൾ നന്ദി കാണിക്കലാണ്. മാതാപിതാക്കൾക്ക് അല്ലാഹു ചെയ്തു കൊടുത്ത നിഅമത്തുകൾക്ക് നന്ദി കാണിക്കുന്നതിൻ്റെ ഒരു ഭാഗം കൂടിയാണ് നമ്മൾ മാതാപിതാക്കളോട് കാണിക്കുന്ന നന്ദി. അത് മരണശേഷവും അവസാനിക്കുന്നില്ല. അവർ മരിച്ചു കഴിഞ്ഞാലും നമുക്ക് അവരോട് ധാരാളം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇൻഷാ അല്ലാഹ് അത് ഞാൻ വിശദീകരിക്കാം. അപ്പോൾ ചുരുക്കത്തിൽ അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നത് പോലെ അതിനുശേഷം ഉടനെ തന്നെ മാതാപിതാക്കളോടും നന്ദിയുള്ള ആളുകളായി തീരുക. അവർക്ക് ഇഹ്സാൻ ചെയ്തു കൊടുക്കുക. അവർക്ക് അള്ളാഹു ചെയ്തു കൊടുത്ത നിഅമത്തിന് വരെ നമ്മൾ അള്ളാഹുവിനോട് ശുക്ർ കാണിക്കുക. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രൂപത്തിൽ പ്രവർത്തിക്കുക. അള്ളാഹുവിന്റെ പ്രീതിയും പൊരുത്തവും കിട്ടാൻ വേണ്ടി പ്രവർത്തിക്കുക. ആ പ്രവർത്തനത്തിന്റെ പ്രതിഫലം ഇൻഷാ അള്ളാഹ് അത് പൂർണ്ണമായും അതിന്റെ ഒരു ഓഹരി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഉമ്മാക്കും നമ്മുടെ ഉപ്പാക്കും നൽകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ടതില്ല. അതുകൊണ്ടാണ് ഉടനെ പറഞ്ഞത് വഅൻ അഅമല സാലിഹൻ തർദാഹ്,
അള്ളാഹുവെ നീ തൃപ്തിപ്പെടുന്ന, നീ ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ നീ എന്നെ പ്രേരിപ്പിക്കണമേ എന്നാണ്. കാരണം മാതാപിതാക്കളുടെ കാര്യം പറഞ്ഞ ഉടനെ തന്നെ നമ്മൾ പറയുന്നത് എന്താണ്? വാൻ അമല സ്വാലിഹൻ തർദ, നീ ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ. അഥവാ അമലു സ്വാലിഹാത്തുകൾ, എല്ലാ പ്രവർത്തനവും അള്ളാഹു സ്വീകരിക്കൂല. അള്ളാഹു ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങൾ ഖുർആനിലൂടെ ഹദീസിലൂടെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുക. ഇത് നമ്മൾ മാതാപിതാക്കളോട് കാണിക്കുന്ന ഒരു നന്ദിയുടെ ഭാഗം കൂടിയാണ്. നമ്മളുടെ ഉമ്മയെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഉപ്പയെ നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, നാം നല്ലവരായി തീരുക എന്നുള്ളതാണ് നമുക്ക് അവർക്ക് കൊടുക്കാനുള്ള ഏറ്റവും വലിയൊരു സമ്മാനം എന്ന് പറയുന്നത്. കാരണം മാതാപിതാക്കളുടെ ഏറ്റവും വലിയ കൺകുളിർമ എന്താണ്? മക്കൾ നല്ലവരായി തീരുക എന്നുള്ളതാണ്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. അതാണല്ലോ വിശ്വാസികളുടെ പ്രാർത്ഥന. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇണകളിലും ഞങ്ങളുടെ സന്താനങ്ങളിലും നീ കൺകുളിർമ പ്രദാനം ചെയ്യണമേ. നമ്മുടെ ഇണകൾ നല്ലവരായി തീരുക എന്നത്, നമ്മുടെ മക്കൾ നല്ലവരായി തീരുക എന്നുള്ളത് മാതാപിതാക്കൾക്ക് ഏറ്റവും വലിയ കൺകുളിർമയാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്ന നിഅമത്തുകൾക്ക് നമ്മൾ അല്ലാഹുവിനോട് നന്ദി കാണിക്കുന്നത് എങ്ങനെയാണ്? അല്ലാഹുവിന്റെ കൽപ്പനകളെല്ലാം അനുസരിച്ചുകൊണ്ട്, ഖുർആനും സുന്നത്തും അനുസരിച്ചുകൊണ്ട് ജീവിക്കൽ. അതേപോലെ തന്നെ വിശ്വാസികളായ മാതാപിതാക്കളോട് നമ്മൾ കാണിക്കുന്ന നന്ദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല എന്ന് പറയുന്നത് നമ്മൾ സ്വാലിഹീങ്ങളായി തീരുക എന്നുള്ളതാണ്. അങ്ങനെ ആകുമ്പോഴാണ് നമ്മുടെ പ്രവർത്തനങ്ങളുടെ ഒരു ഓഹരി മാതാപിതാക്കൾക്ക് കൂടി ലഭിക്കുന്നത്. അതവർക്ക് ലഭിക്കണം. അത് നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ മാത്രമേ അത് അവർക്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അവർ ജീവിച്ചിരിക്കട്ടെ. ഇനി അതല്ല, നമ്മുടെ ഉമ്മ മരണപ്പെട്ടുപോയി, നമ്മുടെ ഉപ്പ മരണപ്പെട്ടുപോയി, എന്നാൽ പോലും അവർക്ക് ലഭിക്കും നമ്മുടെ സൽക്കർമ്മങ്ങളുടെ പ്രതിഫലം. കാരണം അവരായിരുന്നു അതിന് കാരണക്കാരായി തീർന്നിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ റബ്ബിനോട് ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ഒന്ന് അല്ലാഹുവിനോട് നന്ദി കാണിച്ചുകൊണ്ട്, മാതാപിതാക്കൾക്ക് പോലും ചെയ്തു കൊടുത്ത നിഅമത്തുകൾക്ക് നന്ദി കാണിച്ചുകൊണ്ട് ജീവിക്കാനുള്ള ശക്തമായൊരു പ്രേരണ. ഒരിക്കലും മാതാപിതാക്കളെ മറന്നു പോവാത്തൊരവസ്ഥ, അതാണ് നമ്മൾ ചോദിക്കുന്നത്. അതിനു പുറമെ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുവാനും നമ്മൾ ചോദിക്കുന്നു. പിന്നീട് പറയുന്നത് അസ്ലിഹ് ലീ ഫീ ദുർരിയത്തി, എൻ്റെ മക്കളെയും നീ എനിക്ക് നന്നാക്കി തരണമേ. കാരണം നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മളിൽ നിന്ന് ലഭിച്ച പ്രാർത്ഥനകൾ, നമ്മുടെ നന്മകൾ നമ്മുടെ മാതാപിതാക്കൾക്ക് ലഭിച്ചെങ്കിൽ സ്വാഭാവികമായും അപ്പോൾ ഒരു വ്യക്തി ആഗ്രഹിക്കും, ഞാനും ജീവിച്ചിരിക്കുമ്പോഴും ഞാനും മരണപ്പെട്ടാലും എൻ്റെ മക്കളും എനിക്ക് ഇതേപോലെ ഉപകാരപ്പെടണം, അവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവരും എനിക്ക് വേണ്ടി നന്മ ചെയ്യണം, എൻ്റെ മക്കളും സമൂഹത്തിന് നന്മ ചെയ്യുന്ന ആളുകളായിരിക്കണം. അപ്പോൾ അതിൻ്റെ എല്ലാം പ്രതിഫലം എനിക്കും കിട്ടും, എൻ്റെ മാതാപിതാക്കൾക്ക് ലഭിച്ചതുപോലെ. അതുകൊണ്ട് തന്നെ അവിടെ ഉടനെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് അസ്ലിഹ് ലീ ഫീ ദുർരിയത്തി, എൻ്റെ മക്കളെയും നീ എനിക്ക് സ്വാലിഹീങ്ങളാക്കി തരണമേ.